ഉറക്കത്തിൽ നെഞ്ചിരിക്കുകയാണോ? ഞാനും അമ്പവും കൂടി എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷാന്തേട്ടന്റെ വീട്ടിലേക്കാണ്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒരു അനദർ വ്ളോഗ്. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഹാപ്പിയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ബൈ ദ ബൈ, ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗിങ് പരിപാടി, ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. അതാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ബൈ ദ ബൈ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേ കണക്ക് ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നമുക്ക് നേരെ ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. എന്നത്തെയും പോലെ നമ്മുടെ ഓട്ടപ്പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. സോ ബൈ ദ ബൈ, കഴിഞ്ഞ കുറേ വ്ളോഗുകളിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഞാൻ ഡെയിലി ഓടാൻ പോകുന്നത് റൂമിലേക്കുള്ള ഒരു യാത്രയാണ് സുഹൃത്തുക്കളെ. ജുനൈദ്ക്കയുടെ ഫാമിലി നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ജുനൈദ്ക്ക മീൻസ് നമ്മുടെ സൂപ്പർവൈസർ, പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. സോ ബൈ ദ ബൈ, ഇന്ന് ആളെ നാട്ടിൽ പോവുകയാണ് അവരെല്ലാവരും ഫാമിലിയായിട്ട്. അപ്പം ഞാനും വിവേകണ്ണും കൊണ്ട് അവരെ ഒന്ന് കൊണ്ട് എയർപോർട്ടിലാകണം. അപ്പം എന്നിട്ട് തിരിച്ച് ജുനൈദ്ക്കയുടെ വണ്ടി എടുത്തുകൊണ്ട് വരണം. അതാണ് രാവിലത്തെ പരിപാടി. 9 മണിയാകുമ്പോൾ വിവേകട്ടൻ വരും. അപ്പോൾ പുള്ളിക്കാരനെയും കൂട്ടിക്കൊണ്ട് നേരെ നമ്മൾ പോകുന്നു ജുനൈദ്ക്കയുടെ ഫാമിലിനെ മീറ്റ് ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് നേരെ നമ്മൾ ഷാർജ എയർപോർട്ടിലേക്ക് പോകും. അവരെ കൊണ്ട് അവിടെ ആക്കുക, തിരിച്ച് ജുനൈദ്ക്കയുടെ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വരിക, കമ്പനിയിലേക്ക് വരിക. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി ഞാൻ നിങ്ങളെ പോകും വഴികളിൽ അറിയിക്കാം സുഹൃത്തുക്കളെ. അപ്പം ഞാൻ പോയൊന്ന് ഫ്രഷായി റെഡി ആയിട്ട് വരാം. ഇപ്പോൾ ഒരു 8 മണിയാവാറായി. 9 മണിയാകുമ്പോൾ വിവേകേട്ടൻ വരും. അവർക്ക് ഫ്ലൈറ്റ് ഏകദേശം ഒരു 1 മണിയാ 12 മണിയാ കണ്ടിട്ട് പറഞ്ഞു. നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ട് കഴിച്ചിട്ട് നമ്മൾ ഷാർജ എയർപോർട്ടിലേക്ക് പോകും സുഹൃത്തുക്കളെ. സോ ബൈ ദ വൈ, ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞാൻ റെഡിയായി. നമ്മൾ നേരെ ജുനൈദ്ക്കയുടെ അവിടേക്ക് പോവുകയാണ്. സംഭവം എൻ്റെ മൈക്കിൻ്റെ സാധനം കാണാനില്ലടേ, കുത്തുന്ന ഒരു പെൻ ഡ്രൈവർ കണക്കത്തെ സാധനമാണ്. പോയെന്നാണ് തോന്നണത്. ഒന്നെങ്കിൽ ആരെങ്കിലും എടുത്തിട്ട് ഒരു ഉപയോഗമില്ല, അത് വേറൊരു കാര്യം. സോ മൂഡ് പോയി രാവിലെ മൂഡ് പോയി. മൈക്ക് മാത്രമേ ഉള്ളൂ. സാധനം ഞാൻ അവിടെ വെച്ച് ഏതോ ഒരു നാറി വെച്ചത് എടുത്ത് ഒളിച്ചു വെച്ചിരിക്കുക. അതല്ലല്ലേ പ്രശ്നം, അത് തിരിച്ചു തരണ്ടേ. എടുത്തിട്ടൊരു കാര്യമില്ല, കിട്ടിയ ആള് തിരിച്ചു തരണ്ടേ. എനിക്ക് തോന്നണ്ട, ഞാൻ സോഫയിൽ ഇരുന്നിട്ടാണ് എടുത്തത്. എന്നിട്ട് ഞാൻ അവിടെ വെച്ച് തിരിച്ചു വന്നപ്പോൾ സോഫയിലില്ല സാധനം. ആരോടെ നോക്കണം, ഒന്നുകൂടി പോയിട്ട് നോക്കാം. എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടികൾ സ്റ്റാർട്ടായിട്ടുണ്ട്. വണ്ടിയിൽ കയറ്റി. പിന്നെ ഇനി ഒരു 2 മറ്റേ ബോക്സും പിന്നെ ഹാൻഡ് ബാഗിന്റെ ഇതും ഉണ്ട്. അപ്പൊ അത് പിന്നെ ഹാൻഡ് ബാഗ് വേണമെങ്കിൽ ബാക്കിൽ വെക്കാം. സീറ്റ് മടക്കിയാൽ ഓക്കെ. അപ്പൊ ഇനി ബാക്ക് എടുത്തോ. എവിടെയാ? ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തോ. അപ്പൊ ഗൈസ്, നമ്മൾ ജുനൈദ്ക്കയെ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ നാളെ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് ആക്കിയിട്ട് വരുന്നത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ബൈ ദ ബൈ, നമ്മളങ്ങനെ തിരിച്ചിതാ റൂമിലെത്തിയിട്ടുണ്ട്. കാരണം ജുനൈദ്ക്ക പോണ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ. സംഭവം വേറെ ഒന്നുമല്ല, അവർ പിന്നെ വീഡിയോയിലൊക്കെ വരാൻ വേണ്ടി അവർ അൺകംഫോർട്ടബിളാണ്. അപ്പോൾ നമ്മളവരെ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. നമ്മളതിൻ്റെ ഇടയിൽ അടിച്ച് കയറിയിട്ട് അങ്ങനെ ഒരു ഇത് ഇടുന്ന ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല.
പുള്ളിക്കാരനെ കൊണ്ട് എയർപോർട്ടിലാക്കി. പിന്നെ നേരെ നമ്മൾ തിരിച്ചു വന്നത് ആ വിവേകാനന്ദ അവിടെ ഞാനിവിടെ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാപ്പാട് കഴിക്കുക. വിവേകേട്ടൻ നല്ല ചോറും മീൻകറിയും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന്. കാരണം റൂമിൽ പോയിട്ട് കാര്യങ്ങളൊന്നുമില്ല. റൂമിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോസ്റ്റായി നമ്മൾ ഉരുകി ഇങ്ങനെ ഇരിക്കും. ഇവിടെ ആകുമ്പോൾ വേദമുണ്ട്. വേദുവിൻ്റെ അവിടെ കുറച്ച് കളിക്കാം. എൻ്റെ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞടേ. പിന്നെ മൈക്കിൻ്റെ സംഭവം എൻ്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് ഓരോരുത്തരെ എന്തെല്ലാം പറഞ്ഞ് കുറേ ചിന്തകൾ വന്നിട്ട് ഞാൻ ഓരോരുത്തരെ വിളിച്ചിട്ട് പറഞ്ഞു, അത് അവിടെ ഇങ്ങനെ കാണും, ആരെങ്കിലും എടുത്തിട്ട് എനിക്ക് തരാത്തതെന്നൊക്കെ ചിന്തിച്ച്. പക്ഷേ ഞാൻ പോക്കറ്റ് തപ്പിയപ്പോൾ പോക്കറ്റിൽ കിടക്കണേ. പക്ഷേ ആ സമയത്ത് ഞാൻ പോക്കറ്റ് ഫുള്ള് തപ്പി, എന്നിട്ട് എൻ്റെ കൈ കിട്ടിയില്ല. സോ ബൈ ദ വൈ, അപ്പോൾ ഇതാണ് പരിപാടി. വിവേകേട്ട അവിടെ ചോറ് സെറ്റാക്കുന്നുണ്ട്. സാപ്പാട് കറി എന്താന്ന് വിവേകേട്ടാ? കറി എന്താന്ന്? ഓ മൈ ഗോഡ്, മാമ്പഴ പുളിശ്ശേരി. കുറേ വർഷങ്ങൾക്ക് മുന്നേ, 2 വർഷം മുന്നേ നാട്ടിൽ പോകുമ്പോൾ വിവേകേട്ട എന്നോട് പറഞ്ഞതാണ്, എടേ ഞാൻ ഉണ്ടാക്കി തരാടേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് 2 വർഷത്തിന് ശേഷം, നീണ്ട ആ ഇടവേളയ്ക്ക് ശേഷം വിവേകേട്ട നമുക്ക് ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി തരും. മാമ്പഴ പുളിശ്ശേരി നമ്മൾ തിന്നുണ്ട് എന്ന്. പിന്നെ വേറെ മീൻ ഫ്രൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മളകത്തേക്ക് കടന്നില്ല അല്ലേ വേദു? വേദു അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ദോശ കഴിക്കാന്. ഹൈ, നല്ല മീൻ പൊരിച്ചത്. കിളിമീൻ മാമ്പഴ പുളിശ്ശേരി, മീൻ പൊരിച്ചത്, തൈര്. നമുക്കിതിങ്ങനെ മിക്സ് ചെയ്യാം. ഒരു പീസ് എടുക്കുക. പീസിൽ നിന്ന് കുറച്ചെടുക്കുക, ഇതിലോട്ട് വയ്ക്കുക. അങ്ങനെ ഉരുട്ടിക്കുക. പൊളി സാധനം. മാമ്പഴ ഇങ്ങനെ വച്ച് ചെയ്യാ. ഞാൻ കഴിച്ചിട്ട് വരാം. സോ ബൈ ദ വേ, ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക. വേട്ട അവിടെ കൊച്ചിന് നൂല് കോർത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടിപൊളി ചോറായിരുന്നു. അതേപോലെ തന്നെ നല്ലൊരു മാമ്പഴ പുളിശ്ശേരി, പിന്നെ തൈര് കറി അല്ലേ വേട്ടാ? നല്ലൊരു വീക്കെൻഡ്. ആ അതെ. നേരെ ഇവിടെ ഇരുന്ന് ഞാൻ ഇവിടെ ചരിഞ്ഞ് ഇതാ വേദോടെ ഇരിക്കണം. ഒരു ഹായ് കൊടുത്തേ. ഹായ് പറ. ഹായ്. ഓക്കെ, ഞാനും അമ്പവും കൂടി എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാന്തേട്ടൻ്റെ വീട്ടിലേക്കാണ്. നമ്മളവിടെ കുറേ നേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ടല്ലേ അമ്പു? ടി വി ഒക്കെ കണ്ട് മടുത്തപ്പോൾ നമ്മൾ വിചാരിച്ച് നേരെ 5-ലേക്ക് പോകാമെന്ന്. 5 പോയി കഴിഞ്ഞ് വിശാന്തേട്ടൻ്റെ അവിടെ പോയി നല്ലൊരു ചായ കുടിക്കാം നമുക്ക്. ഫുള്ള് ക്ലീനിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് വിശാന്തേട്ടൻ. നമ്മുടെ വിശാന്തേട്ടൻ. രേഷ്മ ചെയ്യാ ഉറക്കാ? ദുബായ് പോയാ വിശാന്തേട്ടൻ? ഉറക്കത്തിൽ നെഞ്ചിരിക്കുകയാണോ?
നീ വന്നോണ്ട് ബെല്ലടിച്ചിട്ടായിരുന്നു. ഓ ഞാൻ വരണമെന്ന് കരുതി ചെയ്താ ഇങ്ങോട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കമാണെന്ന് എനിക്ക് തോന്നി. നമുക്ക് വേണ്ടി ചേച്ചി ഉണ്ടാക്കി തരുന്നത് നല്ലൊരു കോഫി. ഇങ്ങനെയാണ് കോഫി ഉണ്ടാക്കുന്നത്. ഒരു മൊന്ത അടിക്കുക, അതിൽ കുറച്ച് കോഫി പൗഡർ കമുത്തുക, ഇങ്ങനെ കറുകറ വരും. എന്നിട്ട് ഈ പാലിലൊഴിക്കുക. അല്ലേ ജി? ഡോറ ബുജിയുടെ കണ്ണാട വെച്ചിരിക്കുക. വിശാന്തേട്ടനെ ഭീഷണിപ്പെടുത്തി റൂം ക്ലീൻ ചെയ്തുകൊണ്ട് ഇരിക്കുക. ഓക്കെ, പിള്ളേരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവഴി നല്ലൊരു കോഫി നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. പൊളി സാധനം. മധുരമൊക്കെ ഓക്കെയാണ്. ആ സാധനത്തിൽ ഞാൻ കൊള്ളാന്ന് പറഞ്ഞാൽ അത് തറ വീണ് പൊട്ടുകയും ചെയ്ത്. കണ്ണ് ഭയങ്കര കണ്ണാണ് കേട്ടോ എനിക്ക്, സീരിയസ്ലി. അതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തും ഒന്നും കൊള്ളാന്നൊന്നും പറയില്ല. എൻ്റെ പിറന്നാൾ സമ്മാനം കൊടുത്തിരിക്കുകയാണ് ചേച്ചി, സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി. പ്യുവർ സ്നേഹം അല്ലേ വിശാന്തേ? അല്ല വിശാന്തേ, ഇവരെ പറഞ്ഞു വിട്ടേ എന്നല്ലേ ഉദ്ദേശിച്ച. കഴിച്ചോണ്ടിരുന്നപ്പോൾ ദാ മനുവേട്ടൻ വന്ന് നമ്മൾ നേരെ താഴെ ഇറങ്ങി വന്നതാ വിവേകൻ്റെ അവിടെ ഇരിക്കുക. അവയെ കണ്ടോ നിങ്ങൾ? ഹലോ 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 ഹലോ. വിശാഖ്, സോറി വിശാഖ് വന്നിരിക്കുകയാണ്. ഹലോ എങ്ങനെയുണ്ട് വീഡിയോ? വീഡിയോസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ സുഖം. വീഡിയോസ് എങ്ങനെയുണ്ടെന്നാ? വീഡിയോസ് അടിപൊളിയല്ലേ? ഹലോ ഹലോ ഇതാ വന്നിരിക്കണു. സോ ഗൈസ്, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്താണ്. നമ്മളിന്ന് കിച്ചണിൽ വെച്ചാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേ കണക്ക് ബെല്ലൈക്കൺ അമർത്തുക. നെക്സ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ബൈ ബൈ ഗൈസ്.